മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് സർ. ഇന്നത്തെ എൻ്റെ പേര് ശിശുപാലൻ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ മിറാക്കിൾ മോർണിംഗിന് ശേഷം നടക്കുന്ന സെഷനിൽ നമ്മുടെ മഹത് വ്യക്തിത്വമായ ബാലസാറിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ദൗത്യം വിന്നിംഗ് ടീം എന്നിലാണ് നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. അതിനു മുൻപായി, സാറിനെ ക്ഷണിക്കുന്നതിന് മുൻപായി ഇന്നീ മിറാക്കിൾ മോർണിംഗിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ മിറാക്കിൾ മോർണിംഗ് ഒരു സമയത്തെന്ന് പറയുന്നത് വളരെ പുറകോട്ട് പോയെങ്കിലും ഈ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ടെന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ സ്പീഡിലും, എന്നുവെച്ചാൽ നമ്മൾ എന്തുദ്ദേശത്തോടു കൂടിയാണോ മിറാക്കിൾ മോർണിംഗ് രാവിലെ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്, അതിൻ്റെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടെന്ന് പറയുന്നത് നല്ല രീതിയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും, അതോടൊപ്പം തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കൂട്ടായ്മയിലുള്ള വ്യക്തികളെ ഈ മിറാക്കിൾ മോർണിംഗിലേക്ക് പങ്കെടുപ്പിക്കുന്നതിൽ അവർ കാണിക്കുന്ന താല്പര്യത്തിനും കൂടി ഞാൻ നന്ദി പറയുകയാണ്. അപ്പം ഇന്നിപ്പം നമ്മൾ ഈ ഒരു മിറാക്കിൾ മോർണിംഗിൽ കൂടി നമ്മൾ ഒരു നല്ലൊരു മെഡിറ്റേഷന് ശേഷം നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് മാറുകയും, എല്ലാ ദിവസവും നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. നമ്മുടെ ടോപ്പ് ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന അറിവുകൾ പകർന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വഴികാട്ടിയായി നമ്മൾ ലീഡേഴ്സിനെ കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ മിറാക്കിൾ മോർണിംഗിൽ നല്ലൊരു മെഡിറ്റേഷന് ശേഷം നമ്മുടെ ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ സപ്ലിമെന്റ്, അത് നാച്ചുറൽ ആൻഡ് വെസ്റ്റീജ്, അതാണ് സാറിൻ്റെ ഇന്നത്തെ സബ്ജക്റ്റ്. എൻറ്റയർലി ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുള്ള സാറിൻ്റെ സെഷനിൽ വ്യത്യസ്തമായ ഒരു അവതരണമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. കാര്യം നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ നിന്നും വെൽത്തും അതോടൊപ്പം തന്നെ ഹെൽത്തും, ഇപ്പൊ ഹെൽത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ബാലസുബ്രഹ്മണ്യം സാറ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം എന്ന് പറയുന്ന വെസ്റ്റീജ് ബിസിനസ്സിൽ കൂടി നമുക്ക് തന്നിട്ടുള്ള അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും അവർക്ക് അതിൽ കൂടി നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതെന്ന് യാതൊരു സംശയമില്ല. അത്തരത്തിൽ ഒരു അവതരണ രീതിയിലേക്ക് ബാലസുബ്രഹ്മണ്യം സാർ എത്തും. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ബാലസുബ്രഹ്മണ്യം സാറിനെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം, പ്ലീസ് വെൽക്കം ബാലസുബ്രഹ്മണ്യം സാർ. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ശിശുപാലൻ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സാർ പറഞ്ഞ മാതിരി തന്നെ ഈ മിറാക്കിൾ മോർണിംഗിന്റെ ഈ പ്ലാറ്റ്ഫോം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയാ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വാക്കുകൾ കൊണ്ട് പറയാൻ തീരാത്ത എത്രയും അറിവ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു മേഖലയിലും, ഞാനിപ്പോ കുറെ വർഷം സർക്കാർ സർവീസിലായിരുന്നല്ലോ. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ശമ്പള വർധനവിനെ കുറിച്ച് സംസാരിക്കും, DA എത്ര കൂടുന്നു സംസാരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതല്ലാണ്ട് ഒഫീഷ്യൽ ലെവലിലായാലും ശരി അൺഒഫീഷ്യൽ ലെവലിലായാലും ശരി അവിടെയൊന്നും ഈ സമൃദ്ധിയെക്കുറിച്ചോ നന്മയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ നമ്മുടെ ചില ക്വാളിറ്റീസ് ഉണ്ടല്ലോ, നന്ദി പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും, ക്ഷമയോടുകൂടി ജീവിച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടും, കോംപ്ലിമെന്റ്സ് കൊടുത്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും, ഇതൊന്നും അവിടെ ആരും ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീസിൽ വരുന്ന ആൾക്കാർ ആദ്യം അവർ ലക്ഷ്യമിടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനത്തിനെ കുറിച്ചായിരിക്കും അവർ അധികവും ചിന്തിക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ ജന്മത്തിനൊരു വലിയ അർത്ഥമുണ്ടെന്നും അതിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില ഡിസിപ്ലിൻസും ഒക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മനുഷ്യനായി സമൂഹ നന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ അവരെ മാറ്റിയെടുത്തുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള ഒരു വേദിയും കൂടി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലഭിക്കുന്നുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് വിന്നിംഗ് ടീമിന്റെ ഈ
മിറാക്കിൾ മോർണിംഗ് പ്ലാറ്റ്ഫോം. വിന്നിംഗ് ടീമിന്റെ മിറാക്കിൾ മോർണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എപ്പോഴും വിശേഷിപ്പിക്കുന്ന എലൈറ്റ് പ്ലാറ്റ്ഫോം എന്നാണ്. വളരെ ഉന്നതമാനമായിട്ട് ചിന്തിക്കുന്ന, ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന നിരവധി ആൾക്കാരുടെ കൂട്ടായ്മയും ഇവർക്ക് അതിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സംഭാവനകളും വളരെ വലുതാണ്, വളരെ വലുതാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് തന്നെ വിന്നിംഗ് ടീമിന്റെ ഈ ഭാരവാഹികൾക്ക് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. മിറാക്കിൾ മോർണിംഗിന്റെ പ്ലാറ്റ്ഫോം ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതെന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നന്ദി രേഖപ്പെടുത്തുന്നു. ആൻഡ് സൈമൾട്ടേനിയസ്ലി ഐ വെൽക്കം ഈച്ച് ആൻഡ് എവരി വൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് എലൈറ്റ് പ്ലാറ്റ്ഫോം. വെൽക്കം, വെൽക്കം, വെൽക്കം. നിരവധി ഈ അടുത്ത കാലത്തായിട്ട് മിറാക്കിൾ മോർണിംഗിന്റെ പ്ലാറ്റ്ഫോമിന്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ല, എന്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് സൂപ്പർ. സൂപ്പർബ് ഇൻ എവറി സെൻസ് ഇറ്റ് ഈസ് സൂപ്പർ. അപ്പൊ ഇന്നത്തെ എന്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറൽ സപ്ലിമെന്റ്, പ്രകൃതിയിലുള്ള സപ്ലിമെന്റും അതിനോട് തുല്യമായിട്ടുള്ള ബെസ്റ്റ് സപ്ലിമെന്റും അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് എല്ലാവർക്കും ഇത് അറിയാമെങ്കിൽ പോലും ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതൽ അതിന്റെ ഉപയോഗം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉപയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം കൂടുതൽ കിട്ടും. എന്താണ് ഇവിടെ ആദ്യമായിട്ട് പറയാനുള്ളത്? വൈറ്റമിൻ ഡി. നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എക്സ്ട്രീംലി എസെൻഷ്യൽ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എക്സ്ട്രീംലി എസെൻഷ്യൽ വൈറ്റമിനിൽ പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി. അതിന് വേറൊരു പേരും കൂടിയുണ്ട്, സൺഷൈൻ വൈറ്റമിൻ എന്നും കൂടി പേരുണ്ട്. സൺഷൈൻ വൈറ്റമിൻ എന്ന് അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം സൂര്യനിൽ നിന്ന് കിട്ടുന്ന നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ, ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും നടക്കുന്നു. ഇന്ന് ഈ ഭൂമിയിലുള്ള 40 മുതൽ 50% ആളുകളിൽ, 40% മുതൽ 50% വരെ ഉള്ള ആളുകളിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കാണുന്നു എന്ന് പഠന റിപ്പോർട്ടുകൾ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 50% ആൾക്കാർക്ക് വൈറ്റമിൻ ഡി ഇല്ല എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ കുറവുണ്ട്, വൈറ്റമിൻ ഡി ഇല്ലാന്നല്ല. പല കാരണങ്ങളുണ്ട് അതിന്. കാരണം സൺഷൈൻ, സൂര്യനിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് 365 ദിവസവും സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡിയും നമുക്ക് കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ ഇത് ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ? ജർമ്മനിയിലൊക്കെ ആൾക്കാർ പറഞ്ഞാൽ ചിലപ്പോ മാസങ്ങളോളം സൂര്യനെ കാണൂല. ഐസും മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന കാലം ഉണ്ട്, മാസങ്ങളോളം. അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലും പല കൺട്രീസിലും പല ഭാഗത്തും സൂര്യനെ കാണുന്നത് തന്നെ വിരളമാണ്. സൂര്യനെ കാണാൻ വേണ്ടി മൈലുകളോളം നടന്ന് അന്യദേശത്ത് പോയിട്ട് സൂര്യകിരണങ്ങൾ ദേഹത്ത് കിട്ടുന്നതിന് വേണ്ടി സൺബാത്തൊക്കെ നടത്തുന്ന നിരവധി ആൾക്കാർ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നമുക്ക് നിത്യവും സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം പ്രകൃതി നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മൾ അതിന് ആദ്യമായിട്ട് പ്രകൃതിയോട് നന്ദി പറയണം, ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. ഇത് കുറവ് വരുമ്പോൾ, വൈറ്റമിൻ ഡിയുടെ കുറവ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ശരീരത്തിൽ വരുന്ന രോഗം എന്ന് പറയാൻ പറ്റില്ല, ലക്ഷണങ്ങളാണ് അതൊക്കെ. എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ എല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ട കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ് ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ വൈറ്റമിൻ ഡി ആവശ്യം വേണ്ടതാണ്. കാൽസ്യം ദഹിക്കണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം, ഫോസ്ഫേറ്റ് ദഹിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എല്ലുകൾക്ക് ബലം ഉണ്ടാവുള്ളൂ. എല്ലുകളുടെ പോഷണം എന്ന് പറഞ്ഞാൽ കാൽസ്യവും ഫോസ്ഫേറ്റും ആണ്.
വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാവുന്നതാണ് എന്തൊക്കെയാന്ന് വെച്ചാൽ ബോഡി പെയിൻ ഉണ്ടാവും. ഭയങ്കരമായിട്ട് ബോഡി പെയിൻ, അവിടെ ഇവിടെയൊക്കെ വേദന ഉണ്ടാവും. ബോഡിയിൽ വേദന, അറിയില്ല എന്താ സംഭവം. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ വേറെ സ്ഥലത്തായിരിക്കും. മൊത്തത്തിൽ ബോഡി പെയിൻ റെഗുലർ ഒരു ഇന്റർവെൽ സമയത്ത് ആദ്യം കുറച്ച് നാളുണ്ടാവും, പിന്നെ കുറച്ച് നാളുണ്ടാവില്ല, പക്ഷെ പിന്നെയും ഉണ്ടാവും. അങ്ങനെ ബോഡി പെയിൻ, എസ്പെഷ്യലി ബാക്ക് പെയിൻ, നമ്മുടെ ബാക്ക് പെയിന്റെ നട്ടലിന്റെ ആ ഭാഗത്തുള്ള ആ ഭാഗത്തൊക്കെ വരുന്ന എന്താ പറയണേ, നമ്മള് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് വൈറ്റമിൻ ഡിയുടെ കുറവാണെന്നാണ്, നടുവേദന എന്ന് പറഞ്ഞാൽ. അതെന്താ വെച്ചാൽ നട്ടലിന്റെ അറിയാലോ, ആ കോശങ്ങളിലൊക്കെ ഉള്ള കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും ആഗിരണം നടത്താൻ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഈ ആഗിരണം ചെയ്യുന്നത് കുറവായാൽ സ്വാഭാവികമായിട്ടും അവിടെ വേദന ഉണ്ടാവും. അതുമാതിരി തന്നെ ബ്രെയിൻ സെല്ലിന്റെ, ന്യൂറോൺ സെൽസിന്റെ, ന്യൂറോൺ ട്രാൻസ്മിറ്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് നടക്കണമെങ്കിൽ, നമ്മുടെ ബ്രെയിനിലാണല്ലോ നമ്മുടെ ഓർമ്മശക്തി എല്ലാം അവിടെ നിന്നാണല്ലോ, അത് നടക്കണമെങ്കിൽ കാൽസ്യം ഡി, വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് ഓർമ്മക്കുറവുണ്ടാകാം എന്നാണ്. അല്ലെങ്കിൽ ബ്രെയിനിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും വൈറ്റമിൻ ഡിയുടെ. പഠനങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ എക്സസ് ആയിട്ട് വേർക്കുന്നത്, ചിലവരുടെ തലയൊക്കെ എപ്പോഴും വേർത്തുകൊണ്ടിരിക്കും. വിയർപ്പ് എന്ന് പറഞ്ഞാൽ അവർ പറയും ഇതൊരു വിയർപ്പാണ്, എൻ്റെ ശരീരത്തിൽ മാത്രമല്ല തല മുഴുവൻ വേർക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതും ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകാവുന്ന ഒരു ലക്ഷണമാണെന്നാണ് പറയുന്നത്. പിന്നെയോ തളർച്ച, ഫാറ്റിക് അല്ലെങ്കിൽ ലിത്താർജി എന്ന് പറഞ്ഞു, എപ്പോഴും ഒരു ഉന്മേഷക്കുറവ്, ക്ഷീണം, കഴിയുമെങ്കിൽ കുറച്ചു നേരം കിടക്കണം. പലരും പറയുന്നുണ്ട് ഞാൻ ആകെ തളർന്നുപോയി, ഒന്ന് കിടക്കണം. ഉന്മേഷക്കുറവ്, സാധാരണ ആൾക്കാർ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയോ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ ഇവരെ സംബന്ധിച്ചോളം വൈറ്റമിൻ ഡി കുറവ് ഉള്ളവർക്ക് വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉന്മേഷവും ഇല്ല, ഒരു തളർച്ചയാണ്. എപ്പോഴും എന്തിനെ കുറിച്ചും കംപ്ലൈൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു സ്ഥിരമായിട്ടുള്ള ഉറപ്പാണ് ഈ ഉന്മേഷക്കുറവുള്ളവർക്കൊക്കെ. അത് വൈറ്റമിൻ ഡിയുടെ കുറവാണ്. മസിൽ പെയിൻ, ഇന്ന് പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മസിൽ പെയിൻ എന്ന് പറഞ്ഞാൽ മസിലുകളൊക്കെ വേദന എടുക്കുക, ഏതെങ്കിലും കയ്യിന്റെ മസില്, കാലിന്റെ മസിലൊക്കെ വരിക. പിന്നെ ക്രോണിക് ആയിട്ടുള്ള ജോയിന്റ് പെയിൻ, ജോയിന്റ്സിലൊക്കെ വേദന വരിക. അതിന് വേറെ ഒരു കൂടി ഉണ്ട്, നമ്മുടെ മെഡിക്കൽ ടേംസിൽ പറയുന്നത് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് എന്നൊക്കെ അവർ പറയും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റ്സിലുള്ള കാൽസ്യം വറ്റിപ്പോകുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം വൈറ്റമിൻ ഡി മാത്രമല്ല, പഞ്ചസാര കൂടുതൽ കഴിക്കുമ്പോൾ കാൽസ്യം സക്ക് ചെയ്യും. കാൽസ്യം സക്ക് ചെയ്യുമ്പോൾ ഈ ജോയിന്റ്സിലുള്ള സിനോവിയൽ ഫ്ലൂയിഡിലുള്ള കാൽസ്യം മുഴുവൻ സക്ക് ചെയ്യും. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ പഞ്ചസാര കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സക്ക് ചെയ്ത് വെക്കും. കാരണം പഞ്ചസാര എന്ന് പറയുന്ന സാധനം ദഹിക്കണമെങ്കിൽ കാൽസ്യം വേണം. അതിന് വൈറ്റമിൻ ബി ഓൾസോ വേണം. വൈറ്റമിൻ ബി പഞ്ചസാര എവിടെ നിന്ന് എടുക്കുന്ന, പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അടി കിട്ടുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഒന്നും അല്ല, പ്രമേഹം ഒന്നും അല്ല വരുന്നത്. പിന്നെയോ ഹാർട്ടിന്റെ, കിഡ്നിയും, ഈ രണ്ടുമുള്ള ഓർഗൻസിലുള്ള വൈറ്റമിൻ ബി സക്ക് ചെയ്യും. അതുമാതിരി തന്നെ കാൽസ്യം സക്ക് ചെയ്യും. അപ്പൊ കാൽസ്യം സക്ക് ചെയ്യുമ്പോഴാണ്, അത് സക്ക് ചെയ്യാതെ കഴിഞ്ഞാൽ അത് വലിച്ചു ഉപയോഗിക്കും ഈ പഞ്ചസാര ദഹിക്കണമെങ്കിൽ. അത് ദ റിഫൈൻഡ് ഷുഗർ ആണ് ഞാൻ പറഞ്ഞത്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ മറ്റ് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന ഫ്രൂക്ടോസ് ഒന്നും അല്ല, റിഫൈൻഡ് ഷുഗർ. അതുകൊണ്ടാണ് പറഞ്ഞത് റിഫൈൻഡ് ഷുഗർ ഇസ് എ പോയിസൺ. അപ്പൊ വൈറ്റമിൻ ഡിയുടെ ഒപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഓസ്റ്റിയോപൊറോസിസ് വെച്ചാൽ കാൽസ്യം പ്രോപ്പറായിട്ട് ദഹിക്കാതെ വരുന്നത് കുറവുണ്ടാവും, കാൽസ്യത്തിന്റെ കുറവുണ്ടാവും. അതുകൂടാണ്ട് പഞ്ചസാര കഴിക്കുമ്പോഴും കാൽസ്യത്തിന്റെ കുറവുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇതിന് ജോയിന്റ്സിലുള്ള സിനോവിയൽ ഫ്ലൂയിഡ് എന്ന ഫ്ലൂയിഡ് കുറഞ്ഞു പോവുകയും അവിടെ കാർട്ടിലേജ് തമ്മിൽ മുട്ടുമ്പോഴുള്ള വേദനയാണെന്നാണ് പറയപ്പെടുന്നത്.
അതിനാണ് ഇംഗ്ലീഷിൽ തേയ്മാനം, അവർ പറയും തേയ്മാനമാണ് കേട്ടോ, നിങ്ങളുടെ കാലിന്റെ ചിരട്ട മാറ്റി വെക്കണം എന്നൊക്കെ പറയുന്ന കേസ് അതാണ്. ആക്ച്വലി കാൽസ്യം ദഹിക്കാത്തത് കൊണ്ടും കാൽസ്യം സക്ക് ചെയ്ത് പോകുന്നത് കൊണ്ടും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്നത്തെ വിഷയം വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെയോ സ്ലീപ്പിംഗ്, നിങ്ങൾക്കൊരു ഉറക്കം നേരെയാവും. വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ, വേണ്ടുവോളം അളവിലുള്ള വൈറ്റമിൻ ഡി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സ്ലീപ്പിംഗ്, സൗണ്ട് സ്ലീപ്പ് ഉണ്ടാവില്ല. നമ്മുടെ ഒരു ഗാഠനിദ്ര എന്നൊക്കെ പറയില്ലേ, നമ്മൾ ആ ഉറക്കം കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിരിക്കണം. അങ്ങനെയുള്ളൊരു ഗാഠനിദ്ര അല്ലെങ്കിൽ സൗണ്ട് സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ വിരളമായിട്ടേ കിട്ടുള്ളൂ. എങ്ങനെയുള്ളവർക്ക്? വൈറ്റമിൻ ഡിയുടെ കുറവുള്ളവർക്ക് അത് വളരെ കുറച്ചേ കിട്ടുള്ളൂ. സൗണ്ട് സ്ലീപ്പ് കിട്ടാറില്ല എന്നർത്ഥം. സൗണ്ട് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ വേറെ മെറ്റബോളിക് സിസ്റ്റത്തിൽ വേറെ ചില തകരാറുകളൊക്കെ ഉണ്ടാവും, നിരവധി തകരാറുണ്ടാവും. സ്ഥിരമായിട്ട് തലവേദന പറയും. ഞാൻ രാവിലെ എണീച്ചിട്ട് തലവേദന തുടങ്ങി, ചിലവർ പറയാറുണ്ട്. ചിലവർ ഉച്ച കഴിയുമ്പോൾ എനിക്ക് തലവേദന ഉണ്ട്. ഇടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് തലവേദന വരുന്ന ലക്ഷണം ഉണ്ടെങ്കിൽ അതും വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. മസിൽ കോച്ചി പിടിക്കാൻ, ചിലരുടെ കാലിലൊക്കെ ഉള്ള മസിൽ കോച്ചി പിടിക്കും. ഈ എണീച്ചിക്കാൻ പോയ കാലിങ്ങനെ പിടിച്ച് മസിൽ, അത് രണ്ട് കാരണങ്ങളുണ്ടാണ്. ഒന്ന് കാൽസ്യവും, രണ്ട് കാൽസ്യം ദഹിക്കാത്തതുകൊണ്ട്. കാൽസ്യം ദഹിക്കണമെങ്കിൽ വൈറ്റമിൻ ഡി വേണമല്ലോ, മഗ്നീഷ്യവും വേണം. ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കുറഞ്ഞു പോയാൽ, വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ ആ ഭാഗത്തു കൂടി ഉള്ള ഞരമ്പുകളിൽ സഞ്ചരിക്കുന്ന കാൽസ്യം ദഹിക്കൂല, എന്ന് പറഞ്ഞാൽ ബോഡി ആഗിരണം ചെയ്യൂല. അപ്പൊ അവിടെ മസിൽ പെയിൻ വരും. അപ്പൊ അത് രണ്ടിന്റെയും കൂടി കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ മസിൽ പെയിൻ, ഈ കോച്ചി പിടിക്കുന്ന ഇടപാട് വരുന്നത്. കാലിന്റെ മസിലൊക്കെ കോച്ചി പോകുന്നതിന്റെ പ്രധാന കാരണം കാൽസ്യം മാത്രം പോരാ, വൈറ്റമിൻ ഡി ഈസ് എസെൻഷ്യൽ. കാൽസ്യം ഇതുണ്ടാവുന്ന ഒരു കാരണം അതാണ്. ആ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല, വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. പിന്നെ ഒരു പ്രധാനമായിട്ടുള്ള വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വെച്ചാൽ ഹെയർ ഫാൾ, മുടി കൊഴിച്ചൽ, ഹെയർ ലോസ്, എക്സസീവ് ആയിട്ടുള്ള ഹെയർ ലോസ്. വളരെയധികം, ഒന്നോ രണ്ടോ മുടി കൊഴിഞ്ഞു പോകുന്നതല്ല ഇത്. ദിവസവും ചീപ്പ് എടുത്ത് ചീവുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ നിങ്ങളുടെ തലയിലുള്ള നിരവധി മുടികൾ ഒഴിഞ്ഞു പോകുന്നതായിട്ടോ മുറിഞ്ഞു പോകുന്നതായിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, അത് വൈറ്റമിൻ ഡിയുടെ കുറവാണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഇല്ലെങ്കിലുള്ള പ്രശ്നമാണ് അതൊക്കെ. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ വൂണ്ട് ഹീലിംഗ് ആണ്. നമുക്കൊരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ, സാധാരണ മുറിവൊക്കെ ഒരു ചെറിയ സമയപരിധിക്കുള്ളിൽ അത് ഉണങ്ങി തുടങ്ങും, പൂർണ്ണമായിട്ടും ഉണങ്ങും. വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ നിങ്ങളുടെ വൂണ്ട് ഹീലിംഗ്, അതായത് മുറിവ് ഹീൽ ചെയ്യുന്നത്, ഉണങ്ങുന്നത് വളരെയധികം സമയമെടുത്തിട്ടായിരിക്കും. സ്ലോ വൂണ്ട് ഹീലിംഗ് ആയിരിക്കും ഉണ്ടാവും. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നോ, ഇറ്റ് ഈസ് റിയലി വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടാണ്. അതുപോലെ ഫ്രീക്വന്റ് ആയിട്ടുള്ള കോൾഡ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഇതിനൊക്കെ ഒരു മുഖ്യ കാരണം വൈറ്റമിൻ ഡി ആണ്. സ്കിൻ പ്രോബ്ലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിന്റെ ഫസ്റ്റ് ലെയറിലുള്ള കൊളാജന്റെ സിന്തസൈസ് ചെയ്യാനായിട്ട്, നിർമ്മാണത്തിന് വേണ്ടി വൈറ്റമിൻ ഡി എസെൻഷ്യൽ ആണ്. അപ്പൊ സ്കിൻ പ്രോബ്ലം, സ്കിന്നിന്റെ ടെക്സ്ചർ മോശമാവുന്നു, സ്കിന്നിന് ഷൈനിങ് ഇല്ലാത്തത് വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടാണ്. ഇതേമാതിരി തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന് വൈറ്റമിൻ ഡിയുടെ കുറവാണെന്ന് പഠനങ്ങളും വിശ്വസിക്കുന്നു. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, കഠിനമായിട്ട് അധ്വാനിച്ച് ഈ തമിഴ് നാട്ടിൽ നിന്ന് വരുന്ന ലേബേഴ്സ് ഉണ്ട്. അവർ ഈ ഏത് വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നുണ്ടാവും. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഒരു രോഗവും ഇല്ല.
അവർക്ക് തലവേദനയില്ല, ചുമയില്ല, ജലദോഷവും ഇല്ല, മസിൽ പെയിൻ ഇല്ല, ഒന്നുമില്ല. കാരണം അവർക്ക് കിട്ടുന്ന അത്ര വൈറ്റമിൻ ഡി വേറെ ആൾക്കും കിട്ടുന്നില്ല. അവരാണല്ലോ ഏറ്റവും കൂടുതൽ വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നത്. അപ്പൊ ഈ ഹൈ പ്രഷർ വരുമ്പോൾ വേറെ ഒരു പ്രോബ്ലം കൂടിയുണ്ട്. കാർഡിയോ വാസ്കുലാർ പ്രോബ്ലം ഉണ്ടാവാം നമുക്ക്. കാർഡിയോ വാസ്കുലർ പ്രോബ്ലം പറഞ്ഞാൽ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം വൈറ്റമിൻ ഡിയുടെ പല കാരണങ്ങളിൽ ഒന്ന് വൈറ്റമിൻ ഡിയുടെ കുറവാണ്. കാരണം അത് എന്താന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ഈസ് എക്സ്ട്രീംലി എസെൻഷ്യൽ വൈറ്റമിൻ എന്നാ പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വൈറ്റമിൻ ഡി ഈസ് എക്സ്ട്രീംലി എസെൻഷ്യൽ വൈറ്റമിൻ ആണ്. അപ്പൊ ഹാർട്ടിന്റെ വാൾസ് വീക്കാവും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ. തദ്വാര എന്താ വെച്ചാൽ പമ്പിങ് സ്ലോ ആവും. പമ്പിങ് സ്ലോ ആവുമ്പോൾ ശരീരത്തിന് മുഴുവൻ എത്തേണ്ടതായിട്ടുള്ള രക്തത്തിന്റെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവും. അതും നിരവധി ഹാർട്ട് വാൾസ് എന്ന് പറഞ്ഞാൽ ആ ഹാർട്ട് വാൾ സ്ട്രോങ് അല്ലെങ്കിൽ പമ്പിങ് എപ്പോഴും ആ റിതം, ഒരു റിതം ഉണ്ടല്ലോ, ആ താളം തെറ്റിപ്പോകും. അങ്ങനെ വരുമ്പോൾ പമ്പിങ് കുറഞ്ഞു പോകും. പമ്പിങ് കുറയുമ്പോൾ പലയിടത്തും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ കുട്ടികൾക്ക് വൈറ്റമിൻ ഡി ഡ്രോപ്സ് നൽകാണ്ട്. ഇപ്പോഴത്തെ ചെറിയ കുട്ടികളെ ആശുപത്രിയിലാണല്ലോ എല്ലാവരും പ്രസവം എടുക്കുന്നത്. അവർക്ക് വളരെ അധികം വൈറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ എല്ലുകൾക്ക്, അവരുടെ പല്ലുകൾക്ക്, അതുപോലെയുള്ള എല്ലാത്തിനും വേണ്ടി കൊടുക്കാറുണ്ട്. കാരണം അമ്മയ്ക്ക് വൈറ്റമിൻ ഡി കുറവാണ്. അമ്മ എന്ന് പറഞ്ഞാൽ കാച്ചുന്ന ഒരു വെയിൽ കൊള്ളുന്ന ഒരു സമ്പ്രദായമില്ല. വൈറ്റമിൻ ഡി കിട്ടാറില്ല. വൈറ്റമിൻ്റെ ചിലപ്പോൾ സപ്ലിമെന്റ്സ് എടുക്കാറില്ല. അപ്പോൾ കുട്ടികൾക്ക് അതിന്റെ കുറവുണ്ടാവും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വൈറ്റമിൻ ഡി ഡ്രോപ്സ് ഇപ്പൊ പറയാതെ തന്നെ ഡോക്ടർമാർ അത് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോഴില്ല. അമ്മ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് ഒരു മഞ്ഞ നിറമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അവരെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടാണ് പിന്നെ അവരെ വീണ്ടെടുക്കുന്നത്. അമ്മ ഗർഭസ്ഥ ശിശു വയറ്റിൽ കിടക്കുന്ന സമയത്തൊന്നും അമ്മയ്ക്ക് വേണ്ടുവോളം വൈറ്റമിൻ ഡി കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങൂല. കാരണം ഇപ്പോഴത്തെ സംഭവം നിങ്ങൾ അനങ്ങരുത്, ഗർഭിണിയാണെങ്കിൽ അനങ്ങിപ്പോരുന്ന പറയണം. പണ്ടൊക്കെ അതല്ല. ഏത് ഗർഭിണിയാണെങ്കിലും അവര് പറമ്പിൽ പണിയെടുത്തിരുന്നു. അവര് പറമ്പിലുള്ള പണി മാത്രമല്ല, എപ്പോഴും പറമ്പിൽ നടക്കുമായിരുന്നു. പണ്ടത്തെ അമ്മൂമ്മമാര് എപ്പോഴും ഗർഭിണികളോട് പറയാറുണ്ടായിരുന്നു, നീ ആ വെറ്റില അതിൽ ചുണ്ണാമ്പ് തേച്ചിട്ട് വെയിലത്ത് പോയി നിന്ന് ചവയ്ക്കാനായിട്ട്. എന്തായിരുന്നു അതിന്റെ അർത്ഥം? അവർക്ക് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് വെയിലത്ത് പോയി നിന്ന് ചവച്ച് അതിറക്കണം എന്ന് പറയുമ്പോൾ ഈ ചുണ്ണാമ്പ് അത് കാൽസ്യമാണ്. കാരണം വൈറ്റമിൻ ഡി ആണ് നിങ്ങൾക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നത്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി ഈ കാൽസ്യത്തിനെ 100% അസിമുലേറ്റ് ചെയ്യും. അത് രണ്ട് രീതിയിലാണ്. ഒന്ന് കാൽസ്യം സപ്ലിമെന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു, അതോടൊപ്പം തന്നെ അത് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നു. കൂടാണ്ട് വൈറ്റമിൻ ഡി ശരീരത്തിൽ എല്ലാ ഭാഗത്തും കിട്ടുന്നു. ഗർഭസ്ഥ ശിശുവിന് പോലും വേണ്ടത്രയും വൈറ്റമിൻ ഡി കിട്ടും. വെറ്റിലുള്ള മഗ്നീഷ്യം അത് ഈ കാൽസ്യം ദഹിക്കാൻ സഹായിപ്പിക്കും. അവരെ സംബന്ധിച്ചോളം പിന്നെ ഈ കുട്ടികൾക്കും എല്ലിന് ബലം ഉണ്ടാവും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ വൈറ്റമിൻ ഡി ഈസ് വെരി വൈറ്റൽ ആയിട്ടുള്ളതാണ്. സ്ട്രോക്ക് വരാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് വൈറ്റമിൻ ഡി കുറവാണ് എന്നാ പറയുന്നത്. സ്ട്രോക്ക് വരാനുള്ള പല കാരണങ്ങളിൽ ഒന്നും വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടും നിങ്ങൾക്ക് സ്ട്രോക്ക് വരാം. ഇപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ, ബ്ലോക്ക് ആണെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇന്റലിജൻസ് തന്നെ എവിടെയാണോ, ഏത് ഞരമ്പിൽ കൂടിയാണോ ബ്ലോക്ക് ഉള്ളത്, ഏത് വെയിനിലാണോ ബ്ലോക്ക് ഉള്ളത്, അവിടെ നിന്ന് വേറൊരു വെയിൻ ഉണ്ടാവും നമ്മുടെ ബോഡി, ഹാർട്ടിലോട്ട് അതിലെ കൂടെ രക്തം പമ്പ് ചെയ്യും. ബ്ലോക്ക് ആണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ്. അതേസമയം അറ്റാക്ക് ആണെങ്കിൽ ഓൺ ദ സ്പോട്ട് ആൾ മരിക്കും. അറ്റാക്ക് ആണെങ്കിൽ. ഇത് ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് മാറ്റാനാണ് പല വിധത്തിലുള്ള ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റി ഒക്കെ നടത്തിയിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആക്ച്വലി ബോഡി ക്യാൻ റിവൈവ് ദാറ്റ് സിറ്റുവേഷൻ. അനദർ വെയിൻ വിൽ ബി ഒറിജിനേറ്റഡ്. എനിവേ നമുക്ക് പല്ല് പൊട്ടിപ്പോകും. കുട്ടികളുടെയൊക്കെ പല്ല് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, അതിൽ മുതിർന്നവരുടെയും പല്ല് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടാണെന്ന് പറഞ്ഞത്. ഈ നഖത്തിന് പൊട്ടലുണ്ടാകും.
നഖത്ത് ഇങ്ങനെ വിണ്ട് കീറുക, ഇതൊക്കെ വൈറ്റമിൻ ഡി കുറവുണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. നഖം ഇങ്ങനെ പൊട്ടി, ചിലവരൊക്കെ നഖം വളരെ വികൃതമായിരിക്കും, അല്ലെങ്കിൽ പൊട്ടിപ്പോവും, അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. മസിലിനൊക്കെ സൂചി കൊണ്ട് കുത്തുന്ന വേദന ഉണ്ടെങ്കിൽ, മസിലിന് സൂചി കൊണ്ട് കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന പോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്ന്. അതുപോലെ ചിലവർക്ക് ഡിപ്രസ്ഡ് സ്റ്റേജ് ആണ്. എന്ത് ചെറിയ പ്രോബ്ലം വന്നാലും ദേ ആർ വെരി മച്ച് ഡിപ്രസ്ഡ്, മെന്റലി അവർ ഡൗൺ ആവും, സ്ട്രെസ് ആണ്, എപ്പോഴും അവർക്ക് ഉറങ്ങണം എന്നൊരു തോന്നലൊക്കെയാണ്. അത് വൈറ്റമിൻ ഡിയുടെ കുറവാണ്. ക്യാൻസർ രോഗം പ്രിവെന്റ് ചെയ്യാൻ വൈറ്റമിൻ ഡി സഹായിക്കുന്നു. അതായത് ക്യാൻസർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി വൈറ്റമിൻ ഡി സഹായിക്കും. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഇതൊക്കെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ ഡി അപ്പൊ ദഹിക്കണമെങ്കിൽ, ആഗിരണം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല ഫാറ്റ് കഴിക്കണം. എങ്കിലേ അത് ആ വൈറ്റമിൻ ഡി ശരീരത്തിൽ പൂർണ്ണമായിട്ട് അസിമിലേറ്റ് ചെയ്യുള്ളൂ. 20 മിനിറ്റ് എങ്കിലും ശരാശരി നമ്മൾ ദിവസവും സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കണം എന്നാണ്. 20 മിനിറ്റ് എങ്കിലും സൂര്യപ്രകാശം നമുക്ക്, രാവിലെ 10 മണിക്ക് മുമ്പാണെങ്കിൽ വളരെ നല്ലതാണ്. മിനിമം പറയുന്ന വെച്ചാൽ നമ്മുടെ കൈകളിൽ അല്ലെങ്കിൽ കാലുകളിൽ, തലമുടിയിൽ എങ്കിലും സൂര്യപ്രകാശം ഏൽക്കണം, അല്ലെങ്കിൽ സൂര്യപ്രകാശം കൊള്ളണം എന്നുള്ളത്. ഇന്നെന്താ സംഭവിക്കുന്നത്? മിക്കവാറും ആളുകൾക്ക് ഒരു 8 മണിക്കൂർ ജോലിയാണെങ്കിൽ ആ ജോലി അവര് എവിടെയാ ചെയ്യുന്നത്? ജോലി ചെയ്യുന്നത് അടച്ചിട്ട മുറിയിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും AC മുറിയായിരിക്കും. എസ്പെഷ്യലി ഇപ്പോൾ എന്താണ് IT മേഖലയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൂർണ്ണമായിട്ടും അവര് 8 മണിക്കൂറിൽ അതിൽ കൂടുതൽ സമയം അവര് ഇരുണ്ട മുറിയിലാണ്, വെളിച്ചമില്ലാത്ത, സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്താണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് യാതൊരു സംശയവും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് എന്നുള്ളത് സംശയമൊന്നും വേണ്ട. ഗർഭിണികൾക്ക് ശരീരത്തിൽ സൂര്യപ്രകാശം അടിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് മഞ്ഞ നിറം ഉണ്ടാവും. അപ്പൊ ഗർഭിണികൾ തന്നെ പുറത്തു പോയി നിൽക്കുമ്പോൾ അവർ മുഴുവൻ വസ്ത്രം മുഴുവൻ അവരെ ഇത് അണിയുന്നതുകൊണ്ട് സൂര്യപ്രകാശം അവരുടെ ശരീരത്തിൽ കിട്ടാറില്ല. ഇനി പോയി നിന്നാൽ പോലും കിട്ടുന്നില്ല. അപ്പോ ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. നമ്മൾ വൈറ്റമിൻ ഡി പരിശോധന നടത്തണമുണ്ട്. പരിശോധന നടത്തുമ്പോൾ അതിന്റെ കണക്കാണ്, യൂണിറ്റിന് 20-ൽ കുറവാണെങ്കിൽ, 20-ന് താഴെയാണെങ്കിൽ അത് വളരെ കുറവാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താ, പരിശോധന നടത്തണമെങ്കിൽ ഇന്നത്തെ ചെലവ് 1000 രൂപയോളം വേണം. വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ 1000 രൂപ ചെലവുണ്ട്. പക്ഷെ അതില്ലാതെ തന്നെ നമുക്ക് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ അമിതവണ്ണമുള്ളവർക്ക് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ കുറവായിരിക്കും. അമിതവണ്ണം, ഓവർ വെയിറ്റ് ഉള്ളവർക്ക്, അവർക്ക് വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പൊ വണ്ണം കുറയ്ക്കുക എന്നുള്ളതിന് വേണ്ടി വെസ്റ്റിജിന്റെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. വെസ്ലിം ഷേക്ക് ഉണ്ട്, വെസ്ലിം ക്യാപ്സൂൾസ് ഉണ്ട്, വെസ്ലിം ടീ ഉണ്ട്. ഇതൊക്കെ അവരുടെ ഓവർ വെയിറ്റിനെ നമുക്ക് കുറക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടും എന്ന് നമുക്ക് നോക്കാം. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതാണ് മെയിൻ ആയിട്ടുള്ള വൈറ്റമിൻ ഡി. മഷ്റൂംസ്, കൂണുകൾ, ഏത് പാൽക്കൂണായാലും ശരി, ചിപ്പിക്കൂണായാലും ശരി, നമുക്ക് എന്ത് കിട്ടും? വൈറ്റമിൻ ഡി ധാരാളം കിട്ടും കൂണുകളിൽ നിന്ന്. കാഷ്യൂനട്ട്, കശുവണ്ടി പരിപ്പില് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. ബദാം, നമ്മളെല്ലാം നിസ്സാരമായിട്ട് കാണുന്ന നിലക്കടലയിൽ വൈറ്റമിൻ ഡി ധാരാളമുണ്ട്. വൈകുന്നേരം നമ്മൾ കുറച്ച് നിലക്കടല വറുത്തുള്ള നിലക്കടലയാണെങ്കിൽ, പച്ചയല്ലാത്തതാണെങ്കിൽ തൊലി കളഞ്ഞിട്ട് വേണം കഴിക്കാന്നുള്ളതാണ്. തൊലി കളഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ വയറ്റില് ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന ചില എൻസൈംസ് ഉണ്ട് ആ തൊലിയിൽ. അതുകൊണ്ട് നിലക്കടല കഴിക്കുമ്പോൾ, വറുത്ത് കഴിക്കുമ്പോൾ, അത് നമുക്ക് വറുത്തിട്ടാണല്ലോ കിട്ടുന്നത്, പച്ചക്കല്ലല്ലോ.
പച്ചയാണെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് പിറ്റേ ദിവസം രാവിലെയാണെങ്കിൽ നമ്മൾ കഴിച്ചാൽ തൊലിയോട് കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വറുത്ത് കഴിഞ്ഞാൽ ആ തൊലിയിലുള്ള ഒരു എൻസൈം ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നിലക്കടലിൽ വൈറ്റമിൻ ഡി ഉണ്ട് എന്നുള്ള. ഡ്രൈ ഫ്രൂട്ട്സിൽ വൈറ്റമിൻ ഡി ഉണ്ട്. ഈ ട്രാൻസ് ഫാറ്റ് കൂടുതൽ കഴിക്കുന്നവർക്ക് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ കുറവായിരിക്കും. എന്താ ഈ ട്രാൻസ് ഫാറ്റ്? ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ഫുഡ് ഉണ്ടല്ലോ, എന്താ അതിനൊക്കെ പറഞ്ഞ ഷവർമ്മ, എന്താ ആൽഫ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പുതിയ പേരിലാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതൊക്കെ ഫാസ്റ്റ് ഫുഡിൽ വരുന്നതാണ്. അത് കഴിക്കുന്നവർക്ക് എന്താ പറയുക, ട്രാൻസ് ഫാറ്റ്, നല്ല ഫാറ്റ് അല്ല അവർക്ക് ലഭിക്കുന്നത്. നല്ല ഫാറ്റിൽ ലയിക്കുന്നതാണ് വൈറ്റമിൻ ഡി. അപ്പൊ നല്ല ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. വൈറ്റമിൻ ഡി മാത്രം ഉണ്ടായാൽ പോരാ. വൈറ്റമിൻ ഡി ലയിക്കണമെങ്കിൽ ഗുഡ് ഫാറ്റ് വേണം. അങ്ങനെ നല്ല ഫാറ്റ് ഇല്ലെങ്കിലോ, ട്രാൻസ് ഫാറ്റ് ആണ് ഉള്ളതെങ്കിൽ അത് ദഹിക്കൂല. അതങ്ങനെ ദഹിക്കാതെ വരുമ്പോഴേക്കും പിന്നെ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ വെയിലത്ത് വെച്ച് ഉണക്കിയ കൊപ്രയിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണ, വെയിലത്ത് വെച്ച് ഉണക്കിയ കൊപ്രയിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണ, കാരണം കൊപ്ര ചിലപ്പോൾ പുകക്കിട്ട് ഉണക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്, മറ്റു പല രീതികളിലും. പക്ഷെ വെയിലത്ത് വെക്കുമ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ നല്ല വൈറ്റമിൻസ് ആഗീരണം ചെയ്യുന്നതാണ് ഈ കൊപ്ര എന്ന് പറയുന്ന സാധനം. ആ എണ്ണയിൽ വൈറ്റമിൻ ഡി സഫിഷ്യന്റ് ആയിട്ട്, ഇൻ അബണ്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല ഗുഡ് ഫാറ്റാണ്, നല്ല ഫാറ്റാണ്. അപ്പൊ ആ ഫാറ്റില് വൈറ്റമിൻ ഡി ഈസി ആയിട്ട് ദഹിക്കുന്നത്. അപ്പൊ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാതെ, അങ്ങനെ പരിഹരിക്കപ്പെടുമ്പോ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നം, വൈറ്റമിൻ കൊണ്ടുള്ള കുറവുകൾ കൊണ്ട് വരാവുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇറക്കിയിട്ടുണ്ടല്ലോ ഒരു വെസ്റ്റീജ് അബ്സോർബിറ്റ് എന്ന് പറയും, വൈറ്റമിൻ ഡി സബ് ലിംഗ്വൽ സ്പ്രേ. ഇതാണത്, വൈറ്റമിൻ ഡി സബ് ലിംഗ്വൽ സ്പ്രേ ആണ്. ഇത് സ്പ്രേ ആണ്. 8 വർഷത്തിൽ കൂടുതൽ റിസർച്ച് നടത്തി ഇന്ത്യയിൽ ആദ്യമായി ഉൽപ്പാദിപ്പിച്ച സബ് ലിംഗ്വൽ സ്പ്രേ ആണ്. ഇപ്പൊ പല കമ്പനികളും ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ സബ് ലിംഗ്വൽ സ്പ്രേ ഇറക്കിയത് വെസ്റ്റീജ് മാർക്കറ്റിംഗ് ആണ്. അതിന് ഒരു 8 വർഷം ഗവേഷണം നടത്തി അതിന്റെ ഫലങ്ങളെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് അത് ഇരിക്കുന്നത്. വൈറ്റമിൻ ഡിയുടെ ഡിഫിഷ്യൻസി ഇല്ലായ്മ ചെയ്യുവാൻ സഹായിക്കുന്നതാണ് ഉൽപ്പന്നമാണ് ഇത്. വൈറ്റമിൻ ഡി തന്നെയാണ്, വൈറ്റമിൻ ഡി ആണ്, സ്പ്രേ ആണത്. ഇതുമാതിരി തന്നെ മൾട്ടി വിറ്റാമിൻ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, B12 ഉണ്ട്. പക്ഷെ വൈറ്റമിൻ ഡിയുടെ ഈ സ്പ്രേ കൊണ്ടുള്ള ഗുണമാണ്. സബ്ജക്ട് നമ്മുടെ അതാണല്ലോ. ഇത് നാവിന്റെ അടിയിൽ 2 or 3 തവണ സ്പ്രേ ചെയ്താൽ മതി. അങ്ങനെ വേണമെങ്കിൽ 2 തവണ ചെയ്യാം. വൈറ്റമിൻ ഡി വളരെ കുറവുള്ളവർക്കൊക്കെ ചെയ്യാം. അപ്പൊ അതിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് വെച്ചാൽ, സാലിവറി ഗ്ലാൻഡിലുള്ള ലിംഗ്വൽ ഗ്ലാൻഡ് എന്ന് പറയും, അത് കണക്ട് ചെയ്തിരിക്കുന്ന വെയിൻസിലാണ്. ഏത് വെയിൻസിൽ? ജൂബിലാർ വെയിൻസ് എന്ന് പറയും. അത് ഈ കഴുത്തിലുള്ള ജൂബിലാർ വെയിൻ, ഈ ജൂബിലാർ വെയിൻസ് ആണ്. ആ വെയിൻസ് ഇത് അബ്സോർബ് ചെയ്യും. ഏത് അബ്സോർബ് ചെയ്യും? ഈ സ്പ്രേ അബ്സോർബ് ചെയ്യും. വിത്തിൻ 5 minutes, 5 മിനിറ്റിനുള്ളിൽ ഇറ്റ് വിൽ ബി അസിമിലേറ്റഡ്. നമ്മുടെ ബ്ലഡിൽ മുഴുവൻ അലിഞ്ഞു ചേർന്ന് എത്തേണ്ടടുത്തൊക്കെ എത്താൻ പറ്റുന്നത്. അപ്പൊ ഈ സബ്ലിംഗ്വൽ സ്പ്രേ വൈറ്റമിൻ ഡി നമ്മുടെ നാവിൽ അടിച്ചു കഴിഞ്ഞാൽ ജൂബിലാർ വെയിൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കഴുത്ത്. അവിടെയാണ് ഈ നാവിന്റെ അടിയിൽ അടിക്കുമ്പോൾ ഇത് സ്പ്രേ ചെയ്യുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി 5 മിനിറ്റ് കൊണ്ട് ബ്ലഡിൽ അസിമിലേറ്റ് ചെയ്യും. അങ്ങനെ ആ ബ്ലഡിലെത്തിയാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുമല്ലോ. 5 മിനിറ്റ് കൊണ്ട് അതിന്റെ ഫലം കിട്ടും. അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 90% വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ വിത്തിൻ 5 minutes. 5 മിനിറ്റിനുള്ളിൽ ഇതിനകത്തുള്ള 90% വൈറ്റമിനും നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. ഏത് സമയത്തും യാത്ര ചെയ്യുമ്പോൾ കൊണ്ടു നടക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല.
അത് അപ്പൊ മുഴുവൻ കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന മുഴുവൻ കാരണങ്ങൾക്ക് ഒരു പരിഹാരം ഈ വൈറ്റമിൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള സാധനം വേസ്റ്റേജ് മാർക്കറ്റ് ചെയ്യുന്നതാണ്. അത് വെറുതെ മാർക്കറ്റ് ചെയ്യല്ല, എത്രയോ വർഷങ്ങളുടെ പരീക്ഷണ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് അത് മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അത് ഫാറ്റ് സോളുബിൾ ആണ്, അതിന്റെ വേറൊരു പ്രത്യേകത. ബോൺ ഹെൽത്തിന്, ഹൈപ്പോതൈറോയിഡിന്, ഓവർ വെയിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂടുതൽ അമിതവണ്ണമുള്ളവർക്കൊക്കെ അതിനൊക്കെ കുറവ്, ഉറക്കമില്ലായ്മ, മുടി കൊഴിച്ചല്, ഇതിനൊക്കെ ഉത്തമമാണ് വൈറ്റമിൻ ഡി സ്പ്രേ. നിരവധി എണ്ണകൾ, ചിലവരുടെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, മാസങ്ങളായിട്ട് അവർ അതിനുവേണ്ടി പരിഹാരമായിട്ട് പല വിധത്തിലുള്ള എണ്ണ അവര് പുരട്ടി നോക്കി, എന്നിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ല. അതിങ്ങനെ എപ്പോഴും ആ സമയത്താണ് നമ്മളെ നമ്മുടെ അബ്സോർബന്റ് സ്പ്രേ, വൈറ്റമിൻ ഡി സ്പ്രേ അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, അത്ഭുതം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, മിറാക്കിൾ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം തുടർച്ചയായി ഉപയോഗിച്ചപ്പോൾ തന്നെ ആ മുടി കൊഴിച്ചൽ, അവരുടെ മുടി അവരുടെ അവർ ഉപയോഗിക്കുന്ന ചീപ്പിൽ മുഴുവൻ മുടി ഉണ്ടാവും, കുളിക്കുമ്പോൾ കുളിമുറിയിൽ മുടി ഉണ്ടാവും, എവിടെ നോക്കിയാലും മുടി ഉണ്ടാവുന്ന ഒരു അസുഖം മുടി കൊഴിച്ചൽ ഉണ്ടായിരുന്നു. അതിന് 3 ദിവസം തുടർച്ചയായിട്ട് ഈ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് നിന്ന് പൂർണ്ണമായിട്ട് നിന്നു. ഇത് അനുഭവത്തിലാണ് പറയുന്നത്. അതുപോലെ തന്നെ മസിൽ കോച്ച് അനുഭവിച്ചിരുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗുണം ലഭിച്ചു തുടങ്ങി. മസിൽ കോച്ച് പലർക്കും ചിലപ്പോൾ രാവിലെ ഒന്ന് കിടന്ന് കാലൊന്ന് നീട്ടി വെക്കുമ്പോഴേക്കും മസിൽ ഇങ്ങനെ കോച്ചുന്നു, പിന്നെ എണീച്ച് അവരുടെ പാടേണ്ട ആ വേദന എത്ര മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന അറിയോ ചിലവർക്ക്. അപ്പൊ അങ്ങനെയുള്ള അതിന് ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. പിന്നെ ഡിപ്രസ്ഡ് സ്റ്റേജിലുള്ള മാനസികമായിട്ട് ചെറിയ ഇഷ്യൂസ് വന്നാലും പോലും അവർ പെട്ടെന്ന് അപ്സെറ്റ് ആവും. അങ്ങനെ അപ്സെറ്റ് ആവുന്ന ആളുകൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാണെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. പക്ഷെ ഇത് ഉപയോഗിച്ചവർക്കൊക്കെ അവർ പറയുന്ന 2 സാർ, ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയാൽ തന്നെ എന്താ അതിന്റെ ഗുണം? നിരവധി മാനസിക പ്രശ്നങ്ങൾക്ക് ശമനമാണത്. ഉറക്കമില്ലായ്മ തന്നെയാണ് ഇതിലെ ഏറ്റവും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള മുഖ്യ കാരണങ്ങളിലൊന്നാണ് ഉറക്കമില്ലായ്മ. ആ ഉറക്കം നിങ്ങൾക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെന്റൽ ഡിപ്രഷനൊക്കെ കുറഞ്ഞു വരും എന്നുള്ളത്. അപ്പൊ മനോവിഷയം വിഷമം അനുഭവിക്കുന്നത് നല്ലൊരു പരിഹാരത്തിനാണ് ഈ സ്പ്രേ എന്നുള്ളത്. ക്യാൻസർ രോഗികൾക്ക് മറ്റ് സപ്ലിമെന്റിനോടൊപ്പം വൈറ്റമിൻ ഡി സ്പ്രേ നൽകിയാൽ നല്ല ഫലം ഉടനെ ലഭിക്കുന്നതായിട്ട് പലരും അഭിപ്രായപ്പെട്ടു. അപ്പൊ ഈ സ്പ്രേ എന്ന് പറയുന്നത് നമ്മളെ ഈ എന്താ പറയുക, ഈ വെസ്റ്റേജ് മാർക്കറ്റിംഗ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന വൈറ്റമിൻ ഡി സ്പ്രേ നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ ചോദിക്കും, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ സാർ? ഒരു ദിവസം ഒരു സ്പ്രേ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ല. കാരണം കുട്ടികൾക്കും ഈ പറഞ്ഞമാരെ പല്ല് പൊട്ടിപ്പോകുന്നത്, നഖം പൊട്ടിപ്പോകുന്നത്, വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും കുട്ടികൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ബാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ കുട്ടികൾ കളിക്കാൻ പോകുന്നത് പുറത്താണ്, ഫുട്ബോൾ കളിക്കാൻ ശരി, അല്ലെങ്കിൽ എന്ത് കളി കളിക്കാൻ പുറത്താണ്. ഇന്ന് അതില്ലല്ലോ, പുറത്തുള്ള കളിയില്ല. ഇവിടുന്ന് സ്കൂളിൽ പോകും, സ്കൂളിൽ പോയാൽ ട്യൂഷന് പോകും, ട്യൂഷന് പോയാൽ വീട്ടിൽ വന്ന് പഠിക്കലും. കളി എന്ന സാധനം ഇല്ല, അവർക്കില്ല. അപ്പോ എന്ത് പറ്റുന്നു? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് പണ്ട് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വൈറ്റമിൻ ഡി, സൂര്യനിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ സപ്ലിമെന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി കിട്ടുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് വളർച്ച ഉണ്ടാവും എന്ന് മാത്രമല്ല അവരുടെ പഠനത്തിനെ പോലും അത് ബാധിക്കുന്നുണ്ട്. കാരണം ബ്രെയിനിന്റെ ന്യൂറോൺ സെൽസ് ആ ട്രാൻസ്മിറ്ററിന്റെ ആക്ടിവിറ്റി പൂർണ്ണമായിട്ട് ഭംഗമായിട്ട് നടക്കാൻ മാത്രമേ ഓർമ്മശക്തി ഉണ്ടാവുള്ളൂ. ഈ ഓർമ്മശക്തി അവർക്ക് കിട്ടണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. ആ വൈറ്റമിൻ ഡിയുടെ കുറവ് അവർക്ക് വരുന്നുണ്ട്. അപ്പൊ വൈറ്റമിൻ ഡി, പിന്നെ അപ്പൊ ചോദിക്കാം, വൈറ്റമിൻ ഡി സി സപ്ലിമെന്റ് വേറെ ഉണ്ടല്ലോ സാർ പുറത്ത്? കെമിക്കൽ ആണ് വൈറ്റമിൻ ഡി, കെമിക്കൽ സപ്ലിമെന്റ് ആണ് നിങ്ങൾ കഴിക്കുന്നെങ്കിൽ അതിന്റെ അബ്സോർപ്ഷൻ, ലയനം വളരെ വളരെ കുറവായിരിക്കും, ലയിക്കൂല, ഒരുപാട് വേസ്റ്റ് വരും. അതേസമയം ഇത് ഞാൻ പറഞ്ഞില്ല, 90% ഓഫ് ദി വൈറ്റമിൻ ഡി ഈസ് അസിമുലേറ്റഡ് വിത്തിൻ 5 minutes. 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ബ്ലഡ് സ്ട്രീമിൽ മുഴുവൻ വൈറ്റമിൻ ഡി മുഴുവൻ എത്തിയിരിക്കും. ഇതിന്റെ പ്രത്യേകത അതാണ്. സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്, ഒരു ഫാന്റാസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഇത് നിർബന്ധമായിട്ടും നമ്മുടെ ഒരു വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടതാണ്, ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ മുഴുവൻ
ഇത് ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കേണ്ടതാണ്. പിന്നെ അടുത്ത എന്താ ഗുണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിത്താർജി, ക്ഷീണമില്ല, എപ്പോഴും ഉറങ്ങുവാനുള്ള ഒരു അവസ്ഥയ്ക്ക് പരിഹാരമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി സ്പ്രേ എന്ന സാധനം നമ്മൾ കെമിക്കൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കഴിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് സൂര്യപ്രകാശം ചിലപ്പോൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. രാവിലെ എണീക്കുമ്പോൾ ലേറ്റ് ആവും, ഓഫീസിൽ പോണ തിരക്കായിരിക്കും, അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്തായിരിക്കും നമ്മൾ താമസിക്കുന്നത്. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ സബ്ലിംഗ്വൽ വൈറ്റമിൻ ഡി സ്പ്രേ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ വയസ്സ് കൂടി വരികയാണ്. നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള ക്ഷീണമൊക്കെ ലിത്താർജിയൊക്കെ വരാം. അതിനൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതാണ് നാച്ചുറൽ സപ്ലിമെന്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്നതോടൊപ്പം തന്നെ ഈ സ്പ്രേയും കൂടി നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയാൽ നല്ല റിസൾട്ട്. ആരോഗ്യപരമായിട്ട് ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിക്കണം. 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പല കാരണങ്ങളിൽ ഒന്ന്, ആരോഗ്യത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി നിങ്ങളുടെ ബോഡിയിൽ സഫീഷ്യന്റ് ആയിട്ട് വേണം. കാരണം സഫീഷ്യന്റ് ആയിട്ട് വേണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് എക്സ്ട്രീംലി എസെൻഷ്യൽ വൈറ്റമിൻ ആയതുകൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഒക്കെ ഇറക്കുന്ന നമ്മൾ കമ്പനി, വെസ്റ്റേജ് മാർക്കറ്റിംഗ് കമ്പനിയെ നമ്മൾ സ്തുതിക്കണം, അഭിനന്ദിക്കണം. കാരണം ഇത് നമ്മുടെ ആരോഗ്യത്തിനും, എൻ്റെ ആരോഗ്യം എൻ്റെ കൈകളിലാണെന്ന് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് എൻ്റെ ആരോഗ്യം എൻ്റെ കൈകളിൽ തന്നെ എത്തിച്ചേരുന്നത്. അപ്പൊ ഇതിനുള്ള ഒരു അവസരം നമുക്ക് ഒരുക്കി തരുന്ന വെസ്റ്റേജ് കമ്പനിയോട് നന്ദി പറയുക എന്നുള്ളതാണ്. കാരണം അവരെ എത്ര വർഷത്തെ ഗവേഷണത്തിന് ശേഷമാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങി. അപ്പൊ അത് കണ്ടപ്പോൾ പലരും ഇറക്കാൻ തുടങ്ങി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എനിവേ, ഈ വൈറ്റമിൻ ഡിയുടെ ഗുണങ്ങളും വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ വരുന്ന ദോഷങ്ങളും അതെങ്ങനെ പരിഹരിക്കുന്നു, ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെ കിട്ടുമെന്നും, ഈ പാലുൽപ്പന്നങ്ങളിൽ എല്ലാം കിട്ടും കൂട്ടെ. അത് പാലിലുണ്ട്, അതുപോലെ തൈരിലുണ്ട്, നെയ്യിലുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. എസ്പെഷ്യലി നാടൻ പശുവിൽ തന്നെ ആണെങ്കിൽ യാതൊരു സംശയമില്ല. കാരണം നാടൻ പശുവിന്റെ മേഞ്ഞു നടക്കും, പറമ്പിലൊക്കെ മേഞ്ഞു നടക്കും. സൂര്യപ്രകാശം ഏറ്റവും അടിക്കുമ്പോൾ അതിന്റെ തൊക്കിലടിയിലുള്ള അവിടുന്ന് വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യുന്നുണ്ട്, അത് പാലിലൂടെ നമുക്ക് കിട്ടും. അപ്പൊ നാടൻ പശുവിന്റെ പാലിലാണെങ്കിൽ യാതൊരു സംശയമില്ല, അബണ്ടൻസ് വൈറ്റമിൻ ഡി ഇസ് അവിടെ. അപ്പൊ ഈ പാലുൽപ്പന്നങ്ങളിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതൊന്നും ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ സ്പ്രേ നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ വേണം, നമ്മുടെ കുടുംബത്തിലുള്ളവർ ഉപയോഗിക്കണം, നമ്മുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കണം. അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ. കാരണം അവർക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങളുണ്ടെന്ന്. ഏതായാലും സമയം വരുന്നു, ഞാൻ നീട്ടുന്നില്ല. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് എനിക്ക് എൻ്റെ വിന്നിംഗ് ടീമിന്റെ ഭാരവാഹികളോടും മിറാക്കിൾ മോർണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഭാരവാഹികളോടും ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സർവശക്തനായ ഈശ്വരനെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ സാർ. താങ്ക് യു സാർ. 400-ലധികം പ്രൊഡക്റ്റ് ഉള്ള വെസ്റ്റീജില് അതിൽ നിന്ന് കേവലം ഒരു വൈറ്റമിൻ ഡി എന്ന പ്രൊഡക്റ്റ്, അതിനെക്കുറിച്ചെന്ന് പറയുന്നത് അതിന്റെ ഡെഫിഷ്യൻസിയിലെന്ന് പറയുന്നത് 21ഓളം അസുഖങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളോ ഉണ്ടാകുമെന്ന് പറഞ്ഞു തന്ന സാറിന് നന്ദി എന്ന് പറയുന്നത് എന്തോ അപര്യാപ്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രത്തോളം അറിവെന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് തരുമ്പോഴേ വെസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനി വിന്നിംഗ് ടീമിൽ കൂടി എന്ന് പറയുന്നത് എത്രത്തോളം ഉയരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ 100-170 ആൾക്കാർ പങ്കെടുത്തത്, അവര് അടുത്ത മിറാക്കിൾ മോർണിംഗിൽ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് 300-നും 400-നും ഇടയ്ക്കെന്ന് പറയുന്ന പാർട്ടിസിപ്പന്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു അവസരത്തിൽ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നാളത്തെ മിറാക്കിൾ മോർണിംഗ് നമ്മുടെ പാർട്ടിസിപ്പന്റ് എത്രത്തോളം നമുക്ക് കൂട്ടാൻ കഴിയുമോ അത്രയും കൂടട്ടെ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇന്നത്തെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സാർ. താങ്ക് യു.